നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളിലേക്ക്, പോരായ്മകളിലേക്ക് ഉറപ്പായിട്ടും യേശു കടന്നു വരും. നിനക്ക് എന്തു കുറവുണ്ടെങ്കിലും എന്തു പോരായ്മയുണ്ടെങ്കിലും കർത്താവിന് അതൊക്കെ നികത്തി തരുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. നിന്റെ ജീവിത പ്രതിസന്ധികളിൽ ദൈവത്തിന്റെ വലിയ ഇടപെടലുണ്ടാവും. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തില് കാനായിലെ കല്യാണ വീട്ടിലെ കാര്യങ്ങൾ വായിക്കുന്നു. കാനായിലെ കല്യാണം എന്ന് പറയുമ്പോൾ അതൊരു ആഘോഷമാണ്. കല്യാണം അല്ലേ? കല്യാണം ഒരു ആഘോഷമാണ്. അത് സന്തോഷത്തിൻ്റെ ആഘോഷമാണ്. ഒരു യുവാവ് യുവതിയും വിവാഹമെന്ന് ആ ഒരു മനോഹരമായ കുദാശയുടെ ഒന്നിച്ചു ചേരാൻ പോകും. അത് വലിയൊരു സന്തോഷമാണ്. കുടുംബത്തിനും സ്നേഹിതർക്കും എല്ലാവർക്കും സന്തോഷമാണ്. ഒരു സന്തോഷത്തിൻ്റെ വലിയ ഒരു ആഘോഷമാണ് കാനായിലെ കല്യാണ വീട്ടിൽ നടക്കുന്നത്. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവിടെ പ്രവർത്തിക്കും. വലിയ കാര്യങ്ങള് കർത്താവ് നിങ്ങൾക്കായിട്ട് ചെയ്യാനായിട്ട് പോകുക. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമുയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാനായിലെ കല്യാണ വീട്ടില് വീഞ്ഞു തീർന്നു പോയി. വീഞ്ഞു തീർന്നത് കൊണ്ടാണ് യേശുവിന് അവിടെ ഇടപെടാനും അവിടെ ഒരു അത്ഭുതം ചെയ്യുവാനുമായിട്ട് സാധിച്ചത്. ഹല്ലേലൂയ. വീഞ്ഞുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു അത്ഭുതം നടക്കും. അവിടെ വീഞ്ഞ് ഇഷ്ടംപോലെ ഉണ്ടെങ്കിൽ അവിടെ ഒരു അത്ഭുതം യേശു ചെയ്യേണ്ടി വരുമായിരുന്നോ? ഇല്ല. അപ്പോൾ ആ വീഞ്ഞ് തീർന്നു. ആ ഒരു വലിയ കുറവ് ഒരു ദൈവീക ഇടപെടലിന് കാരണമായിട്ട് മാറുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തില് അല്ലെ നമ്മുടെ കുടുംബത്തില് ഉണ്ടാകുന്ന കുറവുകള്, സാമ്പത്തിക നഷ്ടങ്ങള്, രോഗങ്ങള്, പ്രതികൂല സാഹചര്യങ്ങള്, അത് ദൈവത്തിന് ഇടപെടാനുള്ള അവസരങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിയുക. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടണം. കാനായിലെ കല്യാണ വീട്ടില് വീഞ്ഞു തീർന്നു. കൽഭരണികളിൽ വീഞ്ഞു തീർന്നു. അതുകൊണ്ടാണ് യേശുവിന്റെ ഇടപെടലുണ്ടായി. ഒരത്ഭുതം അവിടെ സംഭവിക്കുകയാണ്. ആദ്യത്തെ പരസ്യമായ അത്ഭുതം യേശു ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഒന്ന് കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ കരമടിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി അടിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ ചെന്ന് യേശുവോട് പറയുക, അവർക്ക് വീഞ്ഞില്ല, അവർക്ക് വീഞ്ഞില്ല. ഈ ദിവസങ്ങളില് നമുക്ക് വേണ്ടി ദൈവസന്നിധിയില് പരിശുദ്ധ അമ്മയ്ക്ക് പലതും പറയാനുണ്ട്. നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിനു വേണ്ടി, മക്കൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മയ്ക്ക് പലതും യേശുവിനോട് പറയാനുണ്ട്. അവർക്ക് വീഞ്ഞില്ല, അവർക്ക് വീടില്ല, അവർക്ക് മക്കളില്ല, അവർക്ക് ജോലിയില്ല, അവർക്ക് സ്ഥലമില്ല. അങ്ങനെ പലതും നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളൊക്കെ പരിശുദ്ധ അമ്മ യേശുവിൻ്റെ അടുക്കൽ നിരത്തി വെക്കാനായിട്ട് പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൂർണ്ണമായിട്ട് നമുക്ക് പരിശുദ്ധ ദൈവമാതാവിന് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടാവണം. ദൈവത്തിന്റെ മഹത്വം കാണണം. അതിന് നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി ഉറപ്പായിട്ടും അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ കൂടെ പരിശുദ്ധ അമ്മയുടെ വലിയ സഹായവും ഉണ്ട്. ഹല്ലേലൂയ. അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ യേശു പറയുന്നൊരു കാര്യമാണ്, എൻ്റെ സമയം ഇനിയുമായിട്ടില്ല, എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അത്ഭുതങ്ങളുടെ ആരംഭത്തിലേക്കുള്ള സമയം, കർത്താവിന് പ്രവർത്തിക്കാൻ, പരസ്യമായിട്ടുള്ള ഒരു അത്ഭുതം പ്രവർത്തിക്കാനുള്ള സമയം ആയില്ലായിരിക്കാം. പക്ഷേ പരിശുദ്ധ അമ്മയുടെ വാക്കിലാണ് യേശു അവിടെ ആദ്യത്തെ അത്ഭുതം ചെയ്യാനായിട്ട് പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ പരിശുദ്ധ അമ്മ ഇങ്ങനെയാണ് പറയുന്നത്, അവൻ നിങ്ങളോട് പറയുന്ന പോലെ ചെയ്യുക. 5-ാമത്തെ വചനം, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യോഹന്നാന്റെ സുവിശേഷം 2:5. അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. പരിശുദ്ധ അമ്മയ്ക്കും വിശുദ്ധന്മാർക്കും
സ്വർഗത്തിന് മുഴുവൻ എന്നോടും നിങ്ങളോടും പറയാനുള്ളത് ഇതാണ്: അവൻ കർത്താവായ യേശു ക്രിസ്തു മറിയത്തിന്റെ മകനായി ഈ ഭൂമിയിൽ പിറന്നവൻ. അവൻ പറയുന്നത് ചെയ്യുക. അവന് പറയാനുള്ളത് മുഴുവൻ ഈ വചനത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അവന് നമ്മോട് സംസാരിക്കാനുള്ളത് മുഴുവൻ ഈ വിശുദ്ധ ബൈബിളിലുണ്ട്. യേശുവിന് നമ്മോട് പറയാനുള്ളത് ഈ വചനത്തിലുണ്ട്. അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. അതെ, യേശു പറയുന്നത് ചെയ്യണം. അതുതന്നെയാണ് ഇവിടെ പ്രസംഗിക്കപ്പെടുന്നത്. യേശുവിന് നമ്മളോട് പറയാനുള്ളത് വചനത്തിലൂടെ ഇവിടെ വിളമ്പുകയാണ്. വലിയ ഒരു വിരുന്നായിട്ട് ഇവിടെ ആഘോഷിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പറയുന്നു, കൽഭരണികളില് വെള്ളം നിറയ്ക്കുക. അപ്പോൾ തന്നെ അവർ വെള്ളം നിറച്ചു. എന്നിട്ട് പറയാ, വിളമ്പി കൊടുക്കാൻ പറയുക. അവർക്ക് വിളമ്പി കൊടുത്തോളം പറയുക. ഹല്ലേലൂയ. അവർ കൽഭരണികളിൽ നിറഞ്ഞ വെള്ളം വീഞ്ഞായിട്ട് മാറിയിരുന്നു. യേശുവിന് വെള്ളം വീഞ്ഞാക്കുക എന്നൊക്കെ പറയുന്നത് നിസ്സാര കാര്യമാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച കർത്താവിന് ഇതൊക്കെ കുഞ്ഞു കാര്യമാണ്. വെള്ളം വീഞ്ഞായിട്ട് മാറി. പരിചാരകന്മാരോട് പറയുക, വിളമ്പിക്കൊള്ളാൻ പറയുക. കലവറക്കാരൻ്റെ അടുക്കലെത്തി. കലവറക്കാരൻ ടേസ്റ്റ് ചെയ്തപ്പോൾ ഇതാ വളരെ വളരെ രുചികരമായ വീഞ്ഞ്, ആദ്യം കൊടുത്തതിലും മെച്ചപ്പെട്ട വീഞ്ഞ്. അത് നമ്മുടെ കുറവുകളിൽ, നമ്മുടെ ജീവിത തകർച്ചകളിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടായാൽ നമുക്ക് മെച്ചപ്പെട്ടത് മാത്രമേ അവൻ തരത്തുള്ളൂ. ബെസ്റ്റ്, നമ്പർ 1 നമുക്ക് ദൈവം തരാൻ പോകുന്നത് ഏറ്റവും മെച്ചപ്പെട്ടതായിരിക്കും. ഹല്ലേലൂയ. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ ബെസ്റ്റ് വീഞ്ഞ അവിടെ കർത്താവ് കൊടുത്തത്. 2ാം തരമൊന്നുമല്ല, അല്ല 1ാം തരം, നല്ല ക്വാളിറ്റി ഉള്ള വീഞ്ഞാണ് യേശു അവർക്ക് കൊടുക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമുക്കുള്ള വലിയൊരു സന്ദേശമാണ്. ദൈവം നമുക്ക് തരുന്നത് ഏറ്റവും മെച്ചപ്പെട്ടതായിരിക്കും, ഏറ്റവും നല്ലതായിരിക്കും, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ് യേശു നമുക്കായിട്ട് തരുന്നത്, നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ വിളമ്പി, ആളുകള് രുചിച്ചു നോക്കി, അല്ലെ കുടിച്ചു നോക്കി. വളരെ രുചികരമായ വീഞ്ഞ്, ആദ്യം കുടിച്ചിലും മെച്ചപ്പെട്ടത്. ഇവിടെ പറയുകയാണ്, സാധാരണ കല്യാണത്തിനൊക്കെ കൊടുത്ത് ലഹരി പിടിച്ചു കഴിയുമ്പോൾ മോശം വീഞ്ഞാണ് കൊടുക്കുന്നത്. ഇവിടെ ഇതേ നല്ല മെച്ചപ്പെട്ട വീഞ്ഞാണ് കിട്ടുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ മെച്ചപ്പെട്ടത്, നല്ലത് സംഭവിക്കാനായിട്ട് പോവുകയാണ്. അല്ല, ആ കുടുംബത്തില് വീഞ്ഞു തീർന്നു പോയി. അതുകൊണ്ടാണ് സ്വർഗത്തിന്റെ ഒരു ഇടപെടൽ അവിടെ സംഭവിച്ചത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളിലും ദൈവത്തിന്റെ അതിശക്തമായ ഒരു ഇടപെടൽ ഉണ്ടാകാനായിട്ട് പോകുക. നിന്റെ ജീവിതത്തിന്റെ എല്ലാ തകർച്ചകളിലേക്കും കർത്താവ് കടന്നു വരാനായിട്ട് പോകുക. നിന്റെ എല്ലാ കുറവുകളും അനുഗ്രഹമായിട്ട് കർത്താവ് മാറ്റാനായിട്ട് പോകുക. 2 കരങ്ങൾ ഉയർത്തി യേശുവിനെ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിച്ചേ, ഒരാ ഉണർവോടെ സ്തുതിച്ചേ. എല്ലാവരും ചേർന്ന് വിളിക്കട്ടെ, യേശുവേ എന്ന് വിളിച്ചേ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. കരമടിച്ചു കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇപ്പോൾ കാനായിലെ ആ കല്യാണ വീട്ടിൽ യേശുവും മാതാവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ എല്ലാ കാര്യങ്ങളും മനോഹരമായിട്ട് നടക്കുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ യേശുവിൻ്റെ ശക്തമായ ആ സാന്നിധ്യം, അവൻ നമ്മുടെ കൂടെ വസിക്കണം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ആ സാന്നിധ്യം, ആ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതിനുവേണ്ടി നമുക്ക് ഒത്തിരി ആഗ്രഹിക്കാം. നമ്മുണ്ടൊക്കെ തുടർന്ന ഒരു സൗഖ്യം ഞാൻ പങ്കുവയ്ക്കുക. നമ്മുടെ ധ്യാനമൊക്കെ കൂടി ഈശോയെ അറിഞ്ഞ അദ്ദേഹവും ഭാര്യയൊക്കെ കുടുംബം മുഴുവൻ മാമോദീസൊക്കെ സ്വീകരിച്ചൊരു കുടുംബമാണ്. മുണ്ടക്കയത്ത് ചിറ്റടിയിൽ നമ്മുടെ ഏകദിനം കൂടാനായിട്ട് വന്നത് അദ്ദേഹത്തിൻ്റെ ഹാർട്ടിൻ്റെ 2 വാൽവുകൾ ഡാമേജായി.
ബൈപ്പാസ് സർജറി നടത്തണം. വലിയ ഒരു വിഷമത്തിൽ അവിടെ കൺവെൻഷന് വന്നു. അപ്പോൾ കൺവെൻഷൻ്റെ സമയത്ത് ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കാണാം ആ വ്യക്തി ഇങ്ങനെ മുന്നിൽ ഇരിക്കുന്ന കാണാം, കഴുത്തെ കോളറുണ്ട്. കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇവിടെ പരിചയമുണ്ടല്ലോ എന്ന്. ഞാൻ വചന ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഞാൻ ആ വ്യക്തിയെ സ്റ്റേജിലേക്ക് വിളിച്ചു. ഞാൻ പറഞ്ഞു സ്റ്റേജിലേക്ക് വരാൻ പറഞ്ഞു. എന്നെ പറഞ്ഞ് എൻ്റെ കൺവെൻഷൻ ധ്യാനം കൂടിയിട്ടുണ്ട്, അങ്ങനെ ഈശോ അറിഞ്ഞ് മാമോദിസ സ്വീകരിച്ച കുടുംബമാണ്. അപ്പം വീണ് ഇവിടെ പൊട്ടൽ പറ്റിയതാണ്, പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ കോളർ മാറ്റി യേശു സൗഖ്യം നൽകി. അപ്പോൾ പിന്നെ ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ പറഞ്ഞിരിക്കുകയാണ്, എറണാകുളം ലിസിയിൽ ഓപ്പറേഷൻ പറഞ്ഞ് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം എൻ്റെ ഹാർട്ടിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയും പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് അന്നത്തെ ശുശ്രൂഷ കഴിഞ്ഞവർ സന്തോഷമായിട്ട് മടങ്ങിപ്പോയി. ആ ശനിയാഴ്ച പ്രാർത്ഥിച്ചിട്ട് പോയി. പിറ്റേ ശനിയാഴ്ച ഇവർ സാക്ഷ്യം പറയാനായിട്ട് വന്നിരിക്കുകയാണ്. അവർ ഹോസ്പിറ്റലിൽ ചെന്ന് പരിശോധിക്കുമ്പോൾ ഹാർട്ടിൻ്റെ വാൽവുകൾക്ക് ഒരു കുഴപ്പമില്ല, ഓപ്പറേഷൻ ചെയ്യണ്ട. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദൈവികമായ ഇടപെടലുകൾ ഉണ്ടാകുവാനായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കണം. ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് സൗഖ്യങ്ങൾ നമ്മിൽ സംഭവിക്കുന്നത്. ദൈവത്തെ നമ്മൾ പാടി സ്തുതിക്കുമ്പോഴാണ് ആത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ഒഴുകുന്നത്. ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തുമ്പോഴാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഇടപെടലുകളുടെ ഒരു ആരംഭം എന്ന് പറയുന്നത്, ഞാൻ പറയും, ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ മുതൽ ദൈവത്തിൻ്റെ സ്പർശനം നമ്മുടെ മേൽ ഉണ്ടാകാൻ പോവുകയാണ്. അത് ദൈവം എല്ലാ പ്രവൃത്തികളും നമുക്ക് വേണ്ടി ചെയ്യുന്നത് അവിടുത്തെ വചനം അയച്ചുകൊണ്ടാണ്. ദൈവത്തിൻ്റെ വചനം നമ്മിലേക്ക് വന്നാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും നടക്കുന്നത്. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.